പക്ഷേ ദർസുകളിൽ ഓതുന്ന ഘട്ടം മുതൽ അങ്ങ് ഫത്ഹുൽ മുഈൻ മുതൽ സുഹുഫ വരെയുള്ള ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരതുമ്പോൾ നമസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥനയ്ക്കൊരു തെളിവുമില്ല എന്ന് ബോധ്യപ്പെടുകയും നമസ്കരിക്കുമ്പോൾ കൈ നെഞ്ചത്ത് കെട്ടണമെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. പലപ്പോഴും പഠിപ്പിക്കുന്ന ഉസ്താദുമാരോട് ചോദിക്കുമ്പോൾ കിതാബുകളിൽ അങ്ങനെ കാണും, പക്ഷേ നമ്മുടെ പൂർവീകരായ ജനങ്ങൾ ഇങ്ങനെ ചെയ്തു പോയി, അതുകൊണ്ട് ചോദ്യം ചെയ്യേണ്ട മക്കളെ എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുന്ന ദയനീയമായ അവസ്ഥയായിരുന്നു. അങ്ങനിരിക്കെയാണ് എന്റെ നാടിന്റെ തൊട്ടടുത്ത പ്രദേശം, ഞാൻ SSFന്റെ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ ഞങ്ങൾ കൊണ്ടുവന്നൊരു പരിപാടി നടത്തി. മയ്യത്തുംകര എന്ന് പറയുന്ന പ്രദേശത്തൊരു പ്രോഗ്രാം നടത്തി. അതിന് മറുപടി പറയാൻ വേണ്ടി വന്നത് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന സലഫി പ്രവർത്തകനാവുന്ന സലഫി പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം ഒന്നൊളിഞ്ഞു നിന്ന് കേൾക്കുവാൻ ഞാനൊന്ന് ശ്രമം നടത്തി. പലപ്പോഴും പ്രസംഗം കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയിരുന്ന ഒരു സമൂഹത്തിൽപ്പെട്ട ഞാൻ ആ പ്രസംഗം ഒളിഞ്ഞു നിന്നൊന്ന് കേട്ടപ്പോൾ യാ ഗൗസ് യാ മുഹീദ്ദീൻ എന്ന് വിളിക്കാൻ ഖുർആനിലെ 6066 ആയത്തുകൾ കൊണ്ട് തെളിവ് നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ മുന്നിൽ ആ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി തങ്ങൾ എഴുതിയ ഫുതൂഹുൽ ഗൈബ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തെ ഉദ്ധരിച്ചുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരി ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ ഇങ്ങനെ സകൂതം കേട്ടുനിന്നു. എന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരുന്നു. മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എഴുതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്ന ഖുതുബിയത്തുകൾ പല വീടുകളിലും പോയിരുന്ന് ചൊല്ലിയിട്ട് പുണ്യം പ്രതീക്ഷിച്ചിട്ട് മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു സുന്നി പള്ളിയിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് വിനീതനായി ഞാൻ ഒരു പള്ളിയിൽ മാത്രം ജോലി ചെയ്യുകയായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് ഇതിനു വേണ്ടി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. പല ജീലാനി ദിനത്തിനും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ഇത് കേട്ടപ്പോൾ അത്ഭുതം കൂറിപ്പോയി.